ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗേൾസ്, നമ്മളിന്നൊരു CSയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഗേൾസ്, നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് റെഡിയും കോഡും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതായത് ഗേൾസ് 100 ലൈക്ക് ആയാലും 200 ലൈക്ക് ആയാലും നമ്മൾ റെഡിയും കോഡും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതല്ല ഗേൾസ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടെ വേണം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 100 ലൈക്കും അതുപോലത്തെ 200 ലൈക്കും കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ റെഡിയും കൊണ്ട് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഫസ്റ്റ് എനിമിയെ കണ്ട് കുറച്ച് ഡാം കൊടുത്ത് അവനെ അവിടെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. അപ്പം മണ്ടേ കൂടത്തെ നമ്മുടെ ഒരു എനിമി നമ്മുടെ ഒരു ടീമേറ്റ് അങ്ങോട്ട് റഷ് അടിക്കുന്നുണ്ട്. അവനിപ്പോൾ നോക്കായി അവിടെ നാണ്ടേ നമ്മൾ കയറി വന്നത് അവനെ കണ്ട് എനിമിയെ നമ്മളൊന്നും നോക്കില്ല, ചാടി 2-3 അടി കൊണ്ട് പൊട്ടിച്ച് തിരിച്ച് അവൻ്റെ ടീമേറ്റ് നമുക്കും അതുപോലെ ഒരു അടി പൊട്ടിച്ചെന്ന്. അതല്ലേ നമുക്ക് അടുത്ത റൗണ്ട് എടുക്കാം. ഓക്കെ അങ്ങനെ സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട്. അപ്പം ഈ റൗണ്ടിൽ എടുക്കണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് UMP ആണ് എടുക്കുന്നത്. ഇനി ഇത് മാറ്റി എടുത്താലോ? ഈ UMP എന്ന് വെച്ചാൽ വേണ്ട, MP5 എടുക്കുക. UMP എന്ന് വെച്ചാൽ എനിക്ക് അത്ര വലിയ പരിചയമില്ല UMP, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അല്ലാതെ MP5 ഒക്കെ ആണ് എനിക്ക് കളിച്ചാൽ ഇതാ. UMP ഞാൻ വലിയായിട്ട് കളിക്കല. ഞാൻ കൂടുതൽ MP40 ഒക്കെ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും കളിക്കാറുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോഴത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ല, ഇപ്പോഴത്തെ ലൈക്കും ചെയ്യുക. ഓക്കെ, നമ്മൾ കോഡിട്ട് നോക്കിയ സമയത്ത് അവിടെ ആയിട്ട് 2 ഉമ്മാരെ കണ്ട് നമുക്ക് റഷ് അടിക്കാം. അവിടെ അവനൊരു 26 കൊടുത്തിട്ടുണ്ട്. മണ്ടേ അവൻ്റെ ടീമേറ്റ് ഉണ്ടാവും. മറ്റേ ഇതൊക്കെ ഇട്ടെന്ന് ഒരു നോക്കുണ്ട്. മറ്റേ ഒരു ക്യാരക്ടറിൻ്റെ പേര് ഞാൻ പറഞ്ഞു, മറ്റേ തീ അത് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഡാം കിട്ടി. പിന്നെ സൈഡിൽ ഞങ്ങളുടെ അടി വന്ന് ഞാൻ അവിടെ ചത്ത്. അപ്പം നമ്മൾ നോക്കാക്കിയ നമ്മുടെ ടീമേറ്റ് ഇപ്പം നോക്കാക്കിയിട്ടുണ്ട്. കാരണം അവൻ്റെ ടീമേറ്റ് അവനെ റിവ്യൂ അടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ. അവനവിടെ മറ്റേ റോബോട്ടിക്കൊരു അപ്ഡേറ്റ് വന്നൊരു സംഭവം പ്ലേസ് അത് വെച്ച് ബുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവന്മാർ കളി എടുത്തു. ഓക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു കളിയെങ്കിലും എങ്കിലും എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ട് മാക്സിമം എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ ഈ ഒരു കളിയിൽ നമ്മൾ MP5 തന്നെയാണ് എടുക്കുന്നത്. MP5 ഒരു ഗ്ലൂ വാൾ ഒരു മഷ്റൂമൊക്കെ ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നോക്കാം കേസ് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ നേരെ ഈ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് പോകാനായിട്ടാണ് ഗൈസ് ഞാൻ നോക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ടീമേറ്റിന് ഫൂട്ടുണ്ട്. ഇവന്മാർക്ക് എല്ലാ ടീമേറ്റിനും ഫൂട്ടുണ്ട്. 2 ഉമ്മാരെ നല്ല ഫൈറ്റ് അവർ എടുക്കുന്നുണ്ട്. അതൊക്കെ നോക്കാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നു. ഈ സുരുത്തം കയറി വന്നാൽ നമ്മുടെ ടീമേറ്റ് അവിടെ എന്തോ പറ്റി ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ നമ്മുടെ ആ ഒരു പുറം ആ സൈഡിൽ കൂടെ എനിമി വരുന്നുണ്ടോ നോക്കുമായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കാണ് ഇവൻ കയറി വന്നത്. അപ്പം ഞാൻ ഞാനത് കണ്ടില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് അവൻ കയറി വന്നതാണ്. അപ്പം ഞാൻ ഈ ബാഗ് ഇങ്ങനെ പുറമെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ഇരിക്കുന്ന പരാഫിനും പിന്നെ MP5ൻ്റെ ലെവൽ 2 ആണ്. അപ്പോൾ ഇതാണ്ട് ഒരുത്തൻ താഴെ കട്ടാനൊക്കെ പിടിച്ച് ഓടുന്നുണ്ട്. താരോട്ട് റഷ് അടിക്കണമെന്നുണ്ട്, പക്ഷേ വേണ്ട. കാരണം അവന്മാർ 3 പേര് 4 പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ അവന്മാർ 2 പേരേ ഉള്ളൂ. അപ്പോൾ കാണാൻ നേരത്തെ എൻ്റെ ഒരു കില്ല് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇരുന്ന് MP5 AW അവൻ്റെ ലൂട്ട് ബോക്സ് AW ഉണ്ടായിരുന്നു. നമ്മളൊന്നും നോക്കിയില്ല, അതിങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ MP5 മാക്സ് ആക്കി. പിന്നെ നമ്മൾ മറ്റെല്ലാം ഫ്ലാഷ് ഫ്രീസൊക്കെ എടുത്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 100K ലൈക്ക് കിട്ടിയാലും 200 ലൈക്ക് കിട്ടിയാലും 100 ലൈക്ക് കിട്ടിയാലും റെഡിയും കോഡും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഓക്കെ, ഞാനത് വീഡിയോയുടെ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നമ്മളെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക ഗൈസ്. ഓക്കെ, അത് മാത്രമല്ല 100 ലൈക്ക് 200 ലൈക്ക് ആയാൽ മാത്രം പോലെ നമ്മളെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. എന്നാൽ മാത്രമേ റെഡിയും കോഡുള്ളൂ. അപ്പോൾ സൺഡേസ് ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ റഷ് അടിക്കാനാണ് ഞാൻ നോക്കുന്നത്. എനിക്കറിയത്തില്ല. ഓക്കെ, റഷ് അടിക്കാൻ പറ്റത്തില്ലാണ്. അവൻ ത്രോ ഗണ്ണ് വെച്ച് അടിച്ചിട്ട്, അപ്പോൾ എന്തായാലും റഷ് അടിക്കാനായിട്ടൊന്നും പറ്റിയില്ല. സൈഡിൽ നിന്ന് എടുത്ത് അടിച്ച് ഇവൻ ത്രോ ഗണ്ണ് വെച്ച് അടിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീമേജ് കളി എടുക്കും. കാരണം ശിവന്മാർ നല്ലോണം കളിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കാം കേസ്. ഓക്കെ, എങ്ങനെയാന്ന്. ഓക്കെ, അതാണ്ട് നോക്കാം. ഇവൻ നോക്കിയിടുക എങ്കിൽ അവനൊക്കെ. ഓക്കെ, അവൻ്റെ കില്ല മറ്റവൻ കുമ്മി. ആണ്ടേ അത്ര ഉള്ളു. ആണ്ട് അവിടെ തന്നെ ഒരു തിരിപ്പുണ്ട്. ഇവൻ പെട്ടെന്ന് കണ്ടില്ല. ഇവൻ കണ്ടില്ലെന്ന് തോന്നുന്നു എനിക്ക്.
അവൻ ഇവനെ കണ്ടില്ല, അതായത് ഇവൻ എനിമിയെ കണ്ടില്ല, പറഞ്ഞ മാറിപ്പോയി. അടീസ് ഇവൻ ഒറ്റ കളി എടുക്കില്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവന്മാർ നല്ലോണം കളിക്കാൻ അറിയുന്നവന്മാരെ, പക്ഷേ പെട്ടെന്ന് അവനെ നോട്ടീസ് ചെയ്ത് കാണത്തില്ല, അതായിരിക്കാം. ഓക്കെ അപ്പോൾ ഞാൻ ഈ റൗണ്ട് ചത്തിട്ടുണ്ട്. ഈ റൗണ്ട് എടുക്കാനായിട്ട് പറ്റിയ സൈഡിൽ നമുക്ക് അടുത്ത റൗണ്ട്, അതായത് ഈ റൗണ്ട് എടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ MP5 2 ഗ്ലൂവാളും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫ്രീ ഫയറിലെ ലെവല്, പിന്നെ നിങ്ങൾക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്നും നിങ്ങൾ എത്ര വട്ടം മാസ്റ്റർ ഹീറോയൊക്കെ അടിച്ചിട്ടുണ്ടെന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, നിങ്ങൾക്ക് എത്ര ലെവലാണ്, പിന്നെ നിങ്ങൾ എത്ര ഇയർ ഓൾഡാണ്, അതായത് 5 ഇയർ 4 ഇയർ 1 ഇയർ ഒക്കെ എത്ര ഓൾഡാണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അങ്ങനെ നമ്മളിങ്ങനെ ആണ്ടേ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വീടിൻ്റെ ഇവിടെ കവറെടുത്ത് നിൽക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ MP5 എടുത്തിട്ടുണ്ട്. 2 ഉമ്മണ്ടാണ്ട് സുൽത്ത റഷ് അടിച്ച് ഒന്നും നോക്കില്ല, ചാടി കയറി അടിയോട് അടിച്ച് അവനെ അവിടെ നോക്കിയിട്ട് അവൻ്റെ ടീമേറ്റ് വന്നൊക്കെ അതായത് അവൻ്റെ ടീമേറ്റ് അടിച്ചു നോക്കിയിട്ട് അവസാനത്തെ 10 HP ലേസ്. ഓക്കെ, ഞാൻ വെച്ച് ഞാൻ ചത്തുന്നു. അപ്പോഴത്തേക്ക് ഏതോ ഒരുത്തം വന്ന പറ്റില്ല, ചെലന്തി ക്യാരക്ടറിൻ്റെ ചെലന്തി കിട്ടുമെന്ന് എനിക്ക് നല്ല ഡാം കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് മെഡ് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ എവിടെ വരുന്നത്, ശിവനാണെങ്കിൽ ഡാം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് ആയിട്ട് കില്ലങ്ങ് വിജയിച്ചത് ആ റൗണ്ട് എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ ഗ്ലൂവെല്ലാം കിടക്കുന്നുണ്ട്, സ്നൈപ്പ് ഒക്കെ അങ്ങോട്ടങ്ങോട്ടാണ് പോകുന്നത്. സൈഡിൽ നമുക്ക് എന്തായാലും ഈ റൗണ്ട് എടുക്കാം, നോക്കാം ഗൈസ്. ഓക്കെ, ഈ റൗണ്ട് നമ്മൾ മഷ്റൂം, പിന്നെ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ബൂമ്പ് ഗ്രനേഡ് ഒക്കെ എടുത്തൊരു സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോഴത്തെ സ്കോർ എന്ന് വെച്ചാൽ 3-2 നമുക്ക് 3, അവന്മാർക്ക് 2 ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഈ ഒരു കളി അടിക്കണം, നോക്കാം ഗൈസ്. കാരണം എൻ്റെ ഈ ഒരു ടീമിൽ നല്ല ഇവന്മാരാണ് ഗൈസ്, കാരണം ഇവന്മാർ നല്ലോണം കളിക്കുന്നുണ്ട്. ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ ഇവന്മാർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരാണ് മിക്ക റൗണ്ടുകളും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കൂടെ പോയി നോക്കാം. കോടയിടാം. കോടയിടുന്ന സമയത്ത് ഇവിടെ ആരും കാണുന്നില്ല, നോക്കാം. ഏകദേശം അവിടെ ഒരുത്തൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഏകദേശം അവിടെ ഒരുത്തൻ ഓടുന്നുണ്ട്, ഒരുത്തൻ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഓക്കെ, ഓടി വന്നാൽ നമ്മൾ ചാടി ഒരു അടി അടിച്ച് അവിടെ അങ്ങ് നോക്കാക്കി. ഓക്കെ, അപ്പോൾ ഈ 7 അവിടെ അങ്ങ് നോക്കാക്കി. ഇനി ആരാ ഉള്ളത്, ഇനിയും കാണും. ഇനി അതുകൊണ്ട് സുരുത്താം, നമുക്ക് SSVD വെച്ച് ഒരു ഡാം കൊടുക്കാണ്ട് നോക്കിയതാ. ഇങ്ങോട്ട് ഡാം കിട്ടുമെന്നപ്പോൾ നമ്മൾ ഗ്ലൂവാളിട്ട് റഷ് അടിക്കേണ്ടതാണ് നോക്കുന്നത്. നമ്മൾ ടീമേ സൈഡിൽ കൂടെ റഷ് അടിക്കുന്നുണ്ട്. ഓക്കെ, 7 ആയാലും കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റ ഒരുത്തോടെ അങ്ങാണ്ടേ ഉള്ളൂ. പറഞ്ഞ് തീർന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് വലിയ നോക്കായി അവൻ ഞാൻ കൊന്നിട്ടുണ്ട്. നമ്മൾ കളി ബുയ്യും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ. മാത്രമേ നമുക്ക് മാസ്റ്റർ അടിക്കാൻ വെറും ഒറ്റ സ്റ്റാളുടെ മതി. അത് നമ്മൾ